എടാ മോനെ, എനിക്ക് 6-7 ലോറി ഉണ്ടെങ്കിലും കുറച്ച് പഴഞ്ചനായ നിന്റെ അത്ര വിശ്വാസം എനിക്ക് അവരോടൊന്നുമില്ല. എന്നുവെച്ചാ അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാ നീ. എന്നെ ഇതുവരെ നീ ചതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ പുറത്തേക്ക് ഇറങ്ങേണ്ട സമയമായടാ. എന്താണോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഇവനെ അറിയോ? പേടിക്കണ്ട. അയ്യോ, ഇവിടെ ആരുമില്ല. ഞാൻ ഇവനെ അറിയുമെന്നാ ചോദിച്ചേ, എൻ്റെ ഈ ചങ്ങാതിയെ. എൻ്റെ വാമേട്ട, വർഷങ്ങൾക്ക് മുമ്പ് ഇവനാ കമലേശ്വരത്തെ വിശ്വന്റെ ജീവനെടുത്തത്. അന്ന് രക്ഷപ്പെട്ട മോനാ ഇന്ന് നമുക്ക് ഏണിയായി മാറിയിരിക്കുന്നത്. അല്ല, ഈ പറയുന്ന സാധനം, അതായത് ആ കണ്ണച്ചാർ അധികം പുറത്തോട്ടൊന്നും പോകില്ലല്ലേ? ആര് പറഞ്ഞു പോകത്തില്ലെന്ന്? അവന് കാല് വയ്യെങ്കിലും എല്ലാ മീറ്റിങ്ങിലും അവൻ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. ഫൈനാൻഷ്യൽസ് മാത്രമല്ലല്ലോ, മറ്റൊരുപാട് സ്ഥാപനങ്ങളില്ലേ അവന്. ബിസിനസ് മീറ്റിങ്ങുകളിൽ അവനാ പങ്കെടുക്കുന്നത്. അങ്ങനെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ അവൻ ഏതെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ സഞ്ചരിക്കുന്ന കാറിന്റെ പിന്നാലെ പോത്തിന്റെ രൂപത്തിൽ ഇവൻ പായും. പിന്നെ അന്ന് അച്ഛനൊപ്പം പോകാത്ത മകനെ അച്ഛൻ്റെ അരികിൽ എത്തിച്ചിട്ട് ഇവൻ മടങ്ങി വരൂ. കണ്ണൻ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന ദിവസം എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. പിന്നെ താമസമൊന്നുമില്ല. എൻ്റെ വിശ്വസ്തനായ ഈ ചെകുത്താൻ ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തിരിക്കും. കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്ത് റിസ്ക് ആവാമേട്ടാ? അവൻ എന്തെങ്കിലും സംഭവിച്ചാ കേസിനും വഴക്കിനൊക്കെ പോകേണ്ടത് ആരാ? നമ്മളൊക്കെ തന്നെയല്ലേ. ഇനിയിപ്പോ ലോറി തട്ടിയത് കേസായാലെന്താ? മനഃപൂർവ്വം അല്ലാത്ത നരഹത്യ. അതിന് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്നേ. കണ്ണന്റെ കാലശേഷം എന്റെ മോള് കമലേശ്വരത്തെ പെങ്ങൾ, അതായത് ഉണ്ണിയുടെ പെങ്ങള് വാമേട്ടന്റെ വീട്ടില്. പിന്നീട് സ്വത്തുക്കൾ തുല്യമായി ഭാഗിച്ച് അവർ രണ്ടാളും എടുക്കുന്നു. അതിനുശേഷം എല്ലാ ബിസിനസ്സും ഉണ്ണിയും വാമേട്ടന്റെ മോൻ മേഘനാഥനും നോക്കി നടത്തുന്നു. അല്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയാ വാമേട്ടന് പുളിക്കൂ? എനിക്കൊരു പുളിപ്പുമില്ലടോ. അതൊക്കെ തന്നെയാ എന്റെ ആഗ്രഹവും. എന്നാ പിന്നെ പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്ക്. അവന്റെ കാറിന്റെ പിന്നാലെ പായാൻ ഇവൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും തയ്യാറാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.